നമസ്കാരം. എൻ്റെ പേര് അജി അരവിന്ദ് എന്നാണ്. ഞാൻ ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ ചുനക്കര വില്ലേജിൽ കരിമളക്കൽ മുറിയിൽ 9-ാം വാർഡിൽ താമസിക്കും. ഞാൻ ടർക്കിയെക്കുറിച്ച് പറയാം. ഇതാണ് ടർക്കി. ഞാനിതിനെ കൊല്ലത്തുള്ള കുരുവിപ്പുഴ കോഴി ബംഗ്ലാവിൽ നിന്നാണ് ഇതിനെ എടുക്കുന്നത്. ഒരു ദിവസമായ കുഞ്ഞുങ്ങളെയും ഒരു മാസമായ കുഞ്ഞുങ്ങളെയുമാണ് അവിടെ നിന്ന് ചിലപ്പോൾ ലഭിക്കാറുള്ളത്. ഒരു ദിവസമായ കുഞ്ഞിന് 60 രൂപ മുതൽ 70 രൂപ നിരക്കിലും ഒരു മാസമായ കുഞ്ഞിന് 150 രൂപ നിരക്കിലുമാണ് നമുക്ക് കോഴി ബംഗ്ലാവിൽ നിന്ന് കിട്ടുന്നത്. കോഴിയെ അപേക്ഷിച്ച് ടർക്കിക്ക് വാക്സിനേഷനുകൾ ഒന്നും എടുക്കേണ്ട ആവശ്യം വരത്തില്ല. കാര്യം കോഴിയെക്കാട്ടിലും വളരെ പ്രതിരോധ ശക്തി കൂടുതലുള്ള ഒരിനമാണ് ഈ ടർക്കികൾ. ഈ ടർക്കി മെയിനായിട്ട് 2 തരത്തിലുള്ളതാണ് ഇവിടെ. ബ്രോഡ് ബസ്റ്റർ ബ്ലാക്കും അതേപോലെ ബെൽസിയൽ വൈറ്റും. ഇതിൽ ഈ കാണുന്ന ബ്ലാക്ക് എന്ന് പറയുന്നതാണ് ബ്രോഡ് ബസ്റ്റർ ബ്രൗൺസ്. അതേപോലെ ബെൽസിയം വൈറ്റ് എന്ന് പറയുന്നതാണ് അടുത്ത ഇനം. ഈ ഒരു ടർക്കി ഇപ്പോൾ 4 മാസവും 3 മാസവും പ്രായമായിട്ടുള്ളതാണ് ഈ കിടക്കുന്ന ബാച്ച്. ഇത് 50 എണ്ണം ഞാൻ അവിടുന്ന് എടുത്തതാണ്. 50 എണ്ണത്തിൽ കുറേ എൻ്റെ ഫ്രണ്ട്സൊക്കെ കൊണ്ടുപോയതിന് ശേഷം ബാക്കിയുള്ളതാണ്. ഈ ടർക്കി പൂവൻ മൊത്തം പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ 10 കിലോ, ഒരു വർഷത്തിൽ 12 മാസത്തിനുള്ളിൽ 10 കിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിൽ 1 കിലോ വെച്ചിട്ട് ഇതിൻ്റെ വളർച്ചയുള്ളതാണ്. അതേപോലെ പെട 7 മുതൽ 8 കിലോ വരെ ഭാരം വരുന്നതാണ്. 7 മുതൽ 8 മാസത്തിനുള്ളിൽ പെട ടർക്കി മുട്ടയിടുന്നതാണ്. മുട്ടയ്ക്ക് ഒരു 60 മുതൽ 70 ഗ്രാം ഭാരമുണ്ട്. നമ്മുടെ താറാമുട്ടയെക്കാട്ടിലും വലിയ മുട്ടയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആട്ടിറച്ചി അതേപോലെ തന്നെ മാട്ടിറച്ചി ഇതൊക്കെ ശേഷം നെക്സ്റ്റ് വരുന്നതാണ് കോഴിയിറച്ചി. ആ കോഴിയിറച്ചിക്കകത്തിൽ നാടൻ കോഴിയുടെ ഇറച്ചിയെക്കാട്ടിലും നല്ല ടേസ്റ്റുള്ള ഇറച്ചിയാണ്. അതേപോലെ ഇതിൻ്റെ ഇറച്ചിക്ക് കൊളസ്ട്രോൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇതിനെ പല ആൾക്കാരും കഴിക്കാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ ചില ആൾക്കാർ ഇതിന് ഔഷധ ഗുണം ഉണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരിപാലനം വളരെ ലളിതമാണ്. ഇത് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് പച്ചപ്പുല്ലാണ്. ഇത് നമ്മൾ പച്ചപ്പുല്ല് വളർത്തുന്നതാണ്. പച്ചപ്പുല്ലാണ് ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത്. പച്ചപ്പുല്ല് എത്ര കൊടുത്തു കഴിഞ്ഞാലും അതുങ്ങൾ കഴിച്ചോളും. അതേപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആദ്യം ഇതിന് സ്റ്റാർട്ടർ കൊടുക്കും. സ്റ്റാർട്ടർ കഴിഞ്ഞിട്ട് അതിന് നമ്മൾ കൊടുക്കുന്ന ഗ്രോവർ കൊടുത്തതിന് ശേഷം ഗ്രോവറിൻ്റെ കൂടെ തന്നെ നമ്മൾ അരി, ഗോതമ്പ്, പയർവർഗ്ഗങ്ങൾ, അതേപോലെ തന്നെ നമ്മൾ വീട്ടു മാലിന്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ അടുക്കള മാലിന്യങ്ങൾ എന്തും ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചോളും. അതേപോലെ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനമാണ് വാഴപ്പിണ്ടിയും വാഴയുടെ ഇലയും. നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ വാഴയുടെ കൊല വെട്ടുന്ന സമയത്ത് വാഴപ്പിണ്ടി മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ അതുങ്ങൾ ആവശ്യം പോലെ കഴിച്ചോളും. അങ്ങനെ തീറ്റ ചെലവ് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ലാഭിക്കാൻ കഴിയുന്നതായിരിക്കും. ഇതിന്റെ പ്രത്യേകത ഇത് ബെൽസിയം സ്മോൾ എന്ന് പറഞ്ഞ ഒരിതാണ്. ഇത് പെടയാണ്. ഇതിന് ആട കുറവാണ്. ഈ ആടയില്ല, ഇവിടെ ഒരു തൂക്ക് വന്നത് ഈ ആട കുറവാണ്. അതേപോലെ ഇവിടെ ഒരു ചുണ്ടുണ്ട്, ഇങ്ങനെ വളർന്നു വരും. ഇതിന് വലിപ്പമില്ല. അതേപോലെ താരതമ്യേന ചെറുതായിരിക്കും. ഇത് ആകാരത്തിലും ചെറുതായിരിക്കും. അതുപോലെ ഇതിന് ചുറ്റിനുമുള്ള ഇതിനൊരു ഭംഗി വരും. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നെറ്റിപ്പട്ടമൊക്കെ വെച്ച പോലെ ഇരിക്കും വളർന്നു കഴിയുമ്പോൾ. അത് ഇതിന് കുറവായിരിക്കും. അതാണ് ഈ ആണിനും പെണ്ണിനും തിരിച്ചറിയാനുള്ളതിന്റെ മെയിൻ ആയിട്ടുള്ളതാണ്. ഇതിന്റെ മൂക്കിന് മേളിൽ, ഞാൻ പറഞ്ഞില്ലേ, മൂക്കിന് മേളിൽ ഒരു ഇതുപോലെ വരും. അതായത് ഇപ്പൊ പൂവനാണ്, ഇതിപ്പോ പൂവനാണ്, കണ്ടില്ലേ? ഈ പൂവന്റെ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങനെ തൂങ്ങി വരും, താഴോട്ട് വരും. അതേപോലെ ഇവിടെ എല്ലാം ഈ കുരുകുരുപ്പ് കാണുന്നത് എല്ലാം വളർന്ന് ഇവിടെ എല്ലാം ആട പോലെ വരും. അന്നേരമാണ് പൂവനാവുന്നത്. അതേപോലെ പൂവൻ നമ്മൾ മയിലൊക്കെ നൃത്തം ചെയ്യുന്ന പോലെ നൃത്തം ചെയ്യും. അത് ഇണയെ ആകർഷിക്കാൻ വേണ്ടി, അതേപോലെ നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട്
ഉള്ള ആ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാല് അറിയാത്തൊരു ആളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവര് പ്രതികരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു സൗണ്ട് ഉണ്ടാക്കി നമ്മളെ കൊത്താനൊക്കെ ആയിട്ട്. ഓസ്ട്രേലിയയിലൊക്കെ പട്ടിക്ക് പകരം ഡോഗിന് പകരം വളർത്തുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പേടിയുണ്ടെന്ന് തോന്നുന്നില്ലേ? ആ, ഇവർക്ക് ഇവര് എപ്പോഴും കൂട്ടമായിട്ട് ജീവിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഇവർക്കൊരു ലീഡറും ഒക്കെ ഉണ്ട്. ഈ BV380 കോഴി എന്ന് വെച്ച് കഴിഞ്ഞാല് വെങ്കടേശ്വര, ആന്ധ്രാപ്രദേശിലെ വെങ്കടേശ്വര ഹാച്ചറിയുടെ കോഴിയാണ്. ഇതൊരു സങ്കരയിനം കോഴിയാണ്. ഇതിന്റെ മുട്ട എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇതുങ്ങള് മുട്ട ഇടുക എന്നുള്ളതാണ്. ഇത് 320 മുട്ട വരെ ഇതിന്റെ കിട്ടും. ഇതാ കണ്ടില്ലേ, മുട്ട നമ്മളിത് കളക്ട് ചെയ്തിട്ട് ഇത് മുട്ട ഇടുന്നത് ഈ ട്രെയിൽ ഒന്ന് വീഴും. നമ്മൾ തന്നെ കളക്ട് ചെയ്യുക. ഞാൻ വൈകുന്നേരമാണ് മുട്ട ശേഖരിക്കാറുള്ളത്. ഇതിന് തീറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ദിവസം 100 ഗ്രാം മുതൽ ഒരു കോഴിക്ക് 100 മുതൽ 120 ഗ്രാം തീറ്റിയാണ് ഇത് പറയുന്നത്. ഞാൻ ഗോദ്രേജ് കമ്പനിയുടെ തീറ്റിയാണ് ഞാനിത് കൊടുത്തോണ്ടിരിക്കുന്നത്. ലെയർ മാഷ് എന്ന് പറഞ്ഞ തീറ്റിയാണ് ഞാനിതിന് കൊടുക്കുന്നത്. അപ്പം ഇതുങ്ങൾക്ക് 100 മുതൽ 120 ഗ്രാം തീറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവര് കണ്ടില്ലേ, നല്ല ചുമന്ന നാടൻ മുട്ട നമുക്ക് കിട്ടും. ഏറ്റവും വലിയ സവിശേഷത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനതിൽ മഞ്ഞ കുറവും വെള്ള കൂടുതലുമാണ് ഈ മുട്ടയുടെ. ഇത് 1.5 വർഷം വരെ നല്ല ഹൈ ഈൽഡായിട്ട് മുട്ടയിടും. എന്നുവെച്ചാൽ ഇപ്പൊ ഇത് 100 കോഴിയാണ്. ഈ 100 കോഴിക്കകത്തില് എനിക്ക് ഒരു ദിവസം 80, 82, ചിലപ്പോൾ 85 മുട്ട വരെ കിട്ടുന്നുണ്ട്. ഇതിന്റെ അതില് 1.5 വർഷം കഴിയുമ്പം ഞാൻ ഈ കോഴി ഇറച്ചിക്ക് കൊടുക്കുകയും പുതിയ ബാച്ചിനെ ഇറക്കുകയും ചെയ്യും. അങ്ങനെ ഇത് കണ്ടിന്യൂ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തുന്നിടത്ത് വാങ്ങിക്കുകയാണ്. ഞാൻ പെർമനന്റ് വാങ്ങിക്കുന്ന തിരുവനന്തപുരത്തുള്ള ഒലീവിയ, അതുപോലെ ഫാം കാർട്ടൽ എന്ന് പറഞ്ഞ 2 ഉണ്ട്, അവരുടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ BV380 കോഴി എന്ന് വെച്ച് കഴിഞ്ഞാല് വെങ്കടേശ്വര, ആന്ധ്രാപ്രദേശിലെ വെങ്കടേശ്വര ഹാച്ചറിയുടെ കോഴിയാണ്. ഇതൊരു സങ്കരയിനം കോഴിയാണ്. ഇതിന്റെ മുട്ട എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇതുങ്ങള് മുട്ട ഇടുക എന്നുള്ളതാണ്. ഇത് 320 മുട്ട വരെ ഇതിന്റെ കിട്ടും. ഇതാ കണ്ടില്ലേ, മുട്ട നമ്മളിത് കളക്ട് ചെയ്തിട്ട് ഇത് മുട്ട ഇടുന്നത് ഈ ട്രെയിൽ ഒന്ന് വീഴും. നമ്മൾ തന്നെ കളക്ട് ചെയ്യുക. ഞാൻ വൈകുന്നേരമാണ് മുട്ട ശേഖരിക്കാറുള്ളത്. ഇതിന് തീറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ദിവസം 100 ഗ്രാം മുതൽ ഒരു കോഴിക്ക് 100 മുതൽ 120 ഗ്രാം തീറ്റിയാണ് ഇത് പറയുന്നത്. ഞാൻ ഗോദ്രേജ് കമ്പനിയുടെ തീറ്റിയാണ് ഞാനിത് കൊടുത്തോണ്ടിരിക്കുന്നത്. ലെയർ മാഷ് എന്ന് പറഞ്ഞ തീറ്റിയാണ് ഞാനിതിന് കൊടുക്കുന്നത്. അപ്പം ഇതുങ്ങൾക്ക് 100 മുതൽ 120 ഗ്രാം തീറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവര് കണ്ടില്ലേ, നല്ല ചുമന്ന നാടൻ മുട്ട നമുക്ക് കിട്ടും. ഏറ്റവും വലിയ സവിശേഷത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനതിൽ മഞ്ഞ കുറവും വെള്ള കൂടുതലുമാണ് ഈ മുട്ടയുടെ. ഇത് 1.5 വർഷം വരെ നല്ല ഹൈ ഈൽഡായിട്ട് മുട്ടയിടും. എന്നുവെച്ചാൽ ഇപ്പൊ ഇത് 100 കോഴിയാണ്. ഈ 100 കോഴിക്കകത്തില് എനിക്ക് ഒരു ദിവസം 80, 82, ചിലപ്പോൾ 85 മുട്ട വരെ കിട്ടുന്നുണ്ട്. ഇതിന്റെ അതില് 1.5 വർഷം കഴിയുമ്പം ഞാൻ ഈ കോഴി ഇറച്ചിക്ക് കൊടുക്കുകയും പുതിയ ബാച്ചിനെ ഇറക്കുകയും ചെയ്യും. അങ്ങനെ ഇത് കണ്ടിന്യൂ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തുന്നിടത്ത് വാങ്ങിക്കുകയാണ്. ഞാൻ പെർമനന്റ് വാങ്ങിക്കുന്ന തിരുവനന്തപുരത്തുള്ള ഒലീവിയ, അതുപോലെ ഫാം കാർട്ടൽ എന്ന് പറഞ്ഞ 2 ഉണ്ട്, അവരുടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഫ്രണ്ട് ആൽഫ, അത് ലൂണ. കുഞ്ഞുനാൾ തൊട്ട് ഞങ്ങൾ ഇവിടെ തന്നെയാണ്. ഇപ്പൊ 2 വയസ്സുണ്ട്. ഇതിന് ആൽഫ എന്ന് പേരിട്ട ഞാനാണ്. ഇതെന്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. ഞാൻ പറയുന്ന മൊത്തം ഇത് കേൾക്കും, എന്റെ കൂടെ വരുത്തുള്ളു. ഞാൻ എവിടെ പോയാലും എന്റെ പുറേനിങ് വന്നോളും. അച്ഛനാണ് ഇതിന്റെ യജമാനൻ. അച്ഛനെ ഭയങ്കര പേടിയാണ് ഇതിന്. ഞങ്ങളെക്കാളും അച്ഛനെയാണ് ഏറ്റവും കൂടുതൽ പേടി. എന്നാലും ഞങ്ങൾ പറയുന്ന മൊത്തം കേൾക്കും. ഇതാണ് എന്റെ ഫ്രണ്ട് ലൂണ. ഇതിപ്പോ ഫീമെയിൽ ആണ്, 2 വർഷത്തോളമായിട്ടുണ്ട്. ഇതെന്റെ ഏറ്റവും നല്ല കൂട്ടുകാരനാണ്. ഇതിനെ ഞങ്ങള് സിറ്റ്, സ്റ്റാൻഡ്, സ്ലീപ്പ്, ഹാൻഡ് ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. കൈ കാണിച്ച ഷേക്ക് ഹാൻഡ് ഒക്കെ തരും. അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഗുഡ് ബോയ്. ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു. ഇപ്പം പക്ഷെ എന്റെയാണ് ഏറ്റവും അടുത്ത
എന്റെ കൂടെ ഫ്രണ്ടാണ്. ആദ്യം അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു ഇതിനെ കൊണ്ടുവന്നപ്പോ. ഞാൻ പറയുന്നതല്ല, ഞാനെന്നല്ല, ഇവര് പറയുന്നതായാലും ആര് പറയുന്നതായാലും ഇവർക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, അതിനനുസരിച്ച് അവര് പെരുമാറുന്നുണ്ട്. അമ്മയുടെ അച്ഛന്റെയും വണ്ടിയുടെ സൗണ്ട് എവിടുന്ന് കേട്ടാ പോലും അവർക്ക് മനസ്സിലാവും. താഴേന്ന് കേട്ടാ പോലും മനസ്സിലാക്കി ഇത് കരയും. അപ്പൊ മനസ്സിലാവും അമ്മ എത്രയും വന്നത്. ഞാൻ ഓഫീസിൽ പോകാൻ നേരത്തെ ചിലപ്പോ ഇവരെവിടെ അഴിച്ചുവിട്ടേക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇതേപോലെ കൂട്ടിലോട്ട് കയറ്, അമ്മയ്ക്ക് പോണം, ഇവരെന്നെ അമ്മയായിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. കൂട്ടിലോട്ട് കയറ്, അമ്മയ്ക്ക് പോണമെന്ന് പറയുവാണെങ്കിൽ നമ്മള് മനുഷ്യരെ കുട്ടികളെക്കാട്ടില് അനുസരണയായിട്ട് അവർ ചാടി അവർ അതാണ് കൂട്ടിൽ ചെന്ന് കിടക്കും. അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. നമ്മള് ഇതുപോലെ എനിക്ക് പോണം, നിങ്ങൾ കൂട്ടിൽ കയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂട്ടില് വേറെ ഒന്നും പറയണ്ട, അവരുടെ കൂട്ടിൽ അവർ ചെന്ന് കയറി കിടക്കും അവര്. പിന്നെ വെളിയിൽ ഇങ്ങനെ കളിക്കാൻ വിടുമ്പോ ഒത്തിരി സമയമായി കഴിയുമ്പോ കൂട്ടിക്കയറുന്ന് മാത്രം പറഞ്ഞാൽ മതി. സ്വന്തമായിട്ട് സ്വന്തം കൂടെ തിരിച്ചറിയാം, സ്വന്തമായിട്ട് കൂട്ടിക്കയറിക്കോളൂ. എന്നിട്ട് അവിടെ കിടന്നോളും, നമ്മളൊന്നും ചെയ്യണ്ട. കമാൻഡുകളൊക്കെ ഇവർ പഠിപ്പിച്ചിട്ടുണ്ട്, സ്റ്റാൻഡും ഒക്കെ. പിന്നെ കുറച്ച് ഇതായിട്ടൊക്കെ വരും. അൽഫ സ്റ്റാൻഡ്, Luna, sit. Luna, sit. Good boy.